ലിയ മോളെ ലിയ ചേച്ചി വരുന്നുണ്ടല്ലോ ഐ ലവ് യു എന്ന് ഓൾറെഡി ഞാൻ പൂജയില് സെറ്റ് ആയി. ഇനിയിപ്പോ ഫാത്തിമയും ഫിസോന്നും വന്നിട്ട് കാര്യമില്ല. നിങ്ങളെ ഒരു എനിക്കും വേണ്ടാത്തൊരു സാധനം ഓനെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. ഇവിടെ ആയിരിക്കും ഇവന്റെ മംഗലം നോർമൽ കോൾ ലിയ മോളെ ഫേസ് ടൈം ചെയ്യോ? അല്ല ചുമ്മാ കാണാൻ വേണ്ടിട്ടാണ്. ഹലോ ഒന്ന് ഫേസ് ടൈം സീരിയസ് ആയിട്ട് ഇന്ന് നീ എന്തെങ്കിലും പറഞ്ഞു. മമ്മു ഞാൻ ഒരു ഉപദേശം തരാം. ഈ സമയമാകുമ്പോ അവർക്കൊരു ഒന്നുമില്ല. എന്തിന്റെ എന്നും ഇങ്ങനെ പറഞ്ഞ് എന്നെ അവസാനം ഇതാക്കണ എന്താ? തുടങ്ങി ഹായ് ലിയ ചേച്ചി. ഹലോ ഹലോ എന്തായത്? കണക്ഷൻ സംസ്റ്റേബിൾ. ഹായ് ഹലോ എടാ ഒരു മിനിറ്റ് എടാ ഇതാവൂലല്ലോ. ഇപ്പം വരാ അത് എന്തോ നെറ്റിന്റെ ഇതായോണ്ട് അത് വിളിക്കാം. എടാ ഇതെന്താ കിസ് കിസ്ന്ന്? കൊറേ കുണ്ണുകൾ ഇറങ്ങിയിട്ടുണ്ട്. എടാ കിസ് മര്യാദയ്ക്ക് സംസാരിക്കും. കണക്റ്റിംഗ്. ഓക്കെ. ഹലോ ലിയ നെറ്റില്ലേ? ഹലോ അവിടെ ഇല്ല ഇത് എൻ്റെ കട്ടാക്കിട്ട് വിളിച്ചാലോ? ആ ഹലോ കേക്കുന്നുണ്ടാ? ആ മമ്മൂനെല്ലാം ഓർമ്മയുണ്ടാ? മമ്മൂനെല്ലാം ഓർമ്മയുണ്ടാ? ആ എന്താ ഫുഡെല്ലാം കഴിച്ചാലിയാ? ഫുഡെല്ലാം കഴിച്ചോ? ഇല്ലില്ല ഫുഡ് കഴിച്ചില്ല. അടിപൊളിയായ ഇഷ്ടപ്പെട്ടാ? ഇവരെല്ലാം അറിയില്ലേ? ഇതാ ഷമീറിന് ഇവരെല്ലാം അറിയില്ലേ? ഇതാ പോത്തുണ്ട് വേക്കില്. അല്ല റാമ്പുണ്ട് വേക്കില്. അല്ല റാമ്പ് വേക്കിലുണ്ട്. പേര് മാറിപ്പോയതാണ്. പേര് മാറിപ്പോയതാണ്. അവിടെ ഇത് നെറ്റ് പിന്നെയും പോയി. അപ്പൊ എന്ത് ചെയ്യാം? പിന്നെ വിളിക്കണം. വാ റാംബോ കുണ്ണ ഓവർ. കോൾ പൂജനെ വിളിക്കാൻ പറയുന്നത്. ഇതാ നേരത്തെ നടക്കുന്നത്. പൂജ വിത്ത് എടുക്കുന്നില്ല എന്താ നിന്റെ ജീവിതം പൂജ മമ്മു എല്ലാം ഉണ്ട്.
അതെന്താ ഇവർക്ക് അസൂയ കേറി സംഭവം അസൂയായി ചേട്ടനും എല്ലാവർക്കും അസൂയ കേറി. ഞാനും പൂജയും തമ്മിലുള്ള ദിവ്യ പ്രണയത്തിൽ ഇവർക്ക് അസൂയ കേറി. 2 മാസം കഴിഞ്ഞ എന്റെ മംഗല്യമാണ് എന്നിട്ടല്ലേ ബാക്കി എല്ലാണ്ട് മമ്മൂ വിത്ത് ലിയ ഇപ്പൊ ശരിക്കുള്ള പൂജ ഏതാതിലൊന്നുമില്ല എടുക്കുന്നേരം വിളിക്കാലോ പറയാലോ. പൂജ ആദിലെ കൂടുതൽ വെറുതെ പൂജ പറയുന്നതിന്റെ അപ്പുറത്തുള്ള എല്ലാവരും സത്യവും പൂജയും ഞാനും തമ്മിൽ ഇതാന്നുള്ളത് അഭിപ്രായം എന്ത് തീരുമാനിക്കല് പുതിയ ബോള് ഇപ്പൊ വരും ഒന്നുകൂടെ ഒരു ബോളും ഇല്ല. ഇത് മാറ്റി മോല 2 കിലോ 2 മോലയും തട്ടിയിട്ട് നിനക്ക് എഴുതാനും വായിക്കാനും അറിയാത്തോണ്ടാണ് നാറി. എന്താ അടിക്കണ്ട പൂജ ആർക്കാണെന്ന് ചോദിക്കും. പൂജ ആർക്കാ? എല്ലാരും ആദിലിനിടാ. ആരുടെയാ? ഞാനും പൂജയും നിങ്ങളെല്ലാം മനസ്സിൽ കുറച്ച് നന്മ ഉണ്ടെങ്കിൽ ഉള്ള സത്യം ആ സത്യം നിങ്ങൾ ടൈപ്പ് ഞാൻ അത്രേ പറയുന്നു. ഒരു മിനിറ്റ് അനക്കൊന്നും അന്നയും പൂജയും നീ എന്തിനാണ് കിട്ടൂ എടാ എനിക്കുള്ളതെന്നല്ല എന്റെ കയ്യൊന്ന് മാറ്റടാ റാംബോ. ആദിൽ മൈനർ അല്ലേ തന്നെ? ആദിൽ മൈനറാണ് പൂജ. ഒരു മിനിറ്റ് അന്റെ ലിയോൺ വിളിക്കുന്ന അന്റെ ചേച്ചി വിളിക്കുന്ന അതെന്താ അവിടെ നെറ്റില്ലാത്തോണ്ടാ? നെറ്റില്ലാത്തോണ്ടാ? ആ ഓക്കെ 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 ഓക്കെ. ഫുഡെല്ലാം കഴിച്ചാ മോള്? ഓക്കെ ചേച്ചി ഫുഡ് കഴിച്ചാ? ഫസീലവ് ഷമീർ കഴിച്ചല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല. നമ്മള് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോന്നേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ പിന്നെ എന്താ ആടെന്താക്കുന്ന പരിപാടി? എന്താ വൈബാണോ? ഞാൻ പെട്ടെന്ന് വിളിക്കാം. നീ എന്താ ഇങ്ങനെ ചരിച്ചൊക്കെ വെക്കുന്നത്? ചേഞ്ചസ് നന്നായിട്ടുണ്ട്. സ്ട്രൈറ്റ് ചെയ്തല്ല ആരെന്റെ? നിന്റെ അല്ല എന്റെതാ പറഞ്ഞത്. ഓളെ ഇന്റെ മുടി അടിപൊളിയാ, അടിപൊളി മുടിയാന്ന് കേട്ടാ. ഇല്ല വീട് അടിപൊളി മുടിയാന്നേ. എനിക്ക് മുടിയില്ല. എന്റെ മുടി ഇഷ്ടപ്പെട്ടാ? അന്യോ അങ്ങനല്ല മുടി ചോദിക്കണ്ടേ? എന്തോന്ന് മുടി ഇഷ്ടപ്പെട്ടാന്ന് പോയി വേറെ എന്തോ ചോദിച്ചാ? അല്ല മനുഷ്യന്മാർ ഇഷ്ടപ്പെടൂലടാ സ്നേഹത്തിന്റെ. ഓക്കെ അന്നെ ഇഷ്ടപ്പെട്ടാ? ഇല്ല മുടിയൊക്കെ സ്നേഹത്തോട് ഇഷ്ടപ്പെട്ടത് ഞാനിതൊന്നും കാണാത്ത പോലെ കേട്ടോ. ഇല്ലല്ലോ നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ എന്റെ അല്ലോ. ആ പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നീ എന്താക്കുന്നേ? പോസ്റ്റാ? അങ്ങനെ ഞാൻ പയ്യെ വിളിക്കാം. പോസ്റ്റ് ഞാൻ വിളിച്ചോണ്ട് രണ്ടാക്കും വിളിക്കാം. ഇവ എന്താടാ ഇവന് എത്ര കിട്ടിയാലും ഇവൻ പഠിക്കാത്ത? എന്താടാ പിന്നെ ഇങ്ങനെ ഇതാക്കി കണ്ട ഇവൻ ഇങ്ങനെയാന്ന് കുറച്ച് ഓവറാന്നല്ലേ? സുഖല്ല മുടി അടിപൊളിയാ നന്നായിട്ടുണ്ട്. ലിയ ഭയങ്കര ക്യൂട്ടാ കാണാനല്ലേ?
നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഐ ലൈക്ക് യു. അത് ഫോക്കസ് അല്ല നമ്മള് അങ്ങനെ പറഞ്ഞ മാമ്പഴോ ഐ ലൈക്ക് യു എന്ന് പറയാ ഇങ്ങനെ പറയുന്നേ നിന്റെ സൗന്ദര്യം നല്ലതാണെന്ന് പറഞ്ഞതാണ്. ഓക്കെ ചിന്ന പറയൂല കേട്ടാ ഞാൻ. ഓക്കെ വേറെന്താ ഉറങ്ങാനായിട്ടില്ലേ? അടുത്ത കുറെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയല്ല ടോക്സിക് റാംബോ എന്നും പറഞ്ഞ്. ഇവിടെ ഒന്നും പറയാൻ പറ്റൂല, പറഞ്ഞ ഓവർ റാംബോ. റാംബോ എന്താ? റാംബോ എങ്ങനെ ആളെങ്ങനെ? പിന്നെ കലമ്പലുണ്ടാ? അല്ല അങ്ങനെയല്ല, കലമ്പലുണ്ടാന്ന് ചോദിച്ചത്. പാവ ഇപ്പൊ എല്ലാരും പൂക്കിയാണോ? ഞാനും പൂക്കിയാ. നീ പൂക്കിയല്ല, ഇവൻ ബാക്കി പൂക്കി. ഞാൻ പൂക്കിയാ. നീ പൂക്കിയാണെങ്കിൽ വെളിയിറങ്ങി എന്ന് പറയടാ മൈരേ. ഭയങ്കര ഇതാ എന്നോട് ഇങ്ങനെ സംസാരിക്കല്. പിന്നെ ലിയാ മമ്മു എല്ലാരും ലിയാ മമ്മു എന്നാ പറയുന്നത്. ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ആൾക്കാർ പറയുന്നത് ഞാൻ എല്ലാം ചെയ്യൂ. പുണ്ടച്ചി മോനെ നിന്നെ എന്റെ കൈ കിട്ടും കേട്ട. കണ്ട റോളി നീ നോക്കിയും കണ്ടും പറ കേട്ട മൈരേ. കിസ്സല്ല നമ്മളെ പുഷ്പേരെ പാട്ട് എനിക്കറിയാം. നല്ല പാട്ടാണ് വെച്ചാലോ? പിന്നെ കുറച്ച് വെള്ളം എടുത്തരാം റാമ്പോ കുടിയാ. മൂത്രമൊഴിച്ച് വരാടാ. നീ കണ്ടിരാ എന്തിനേ ഞാൻ എന്താക്കിന്? എന്താ മുത്തം കൊടുത്തിന്. ഞാൻ ആർക്കാ മുത്തം കൊടുത്തിന്? നീ കണ്ടിട്ടില്ലേ? ഒരു മിനിറ്റ് എടാ ഒരു മിനിറ്റ് കട്ടാക്കല്ല. എന്തിനാ കട്ടാക്കിയത്? നീ ഒരു ആണ് തന്നെയാണോ? നിന്റെ ഗേൾഫ്രണ്ടിനെ മുത്തം ഷമീറ നിന്റെ കവിളില് എന്റെ കവിളിലെപ്പോ തന്നോ? നിന്റെ കവിളിനാ ഞാൻ മുത്തം തന്നത്. കൊടുക്കാൻ പറ്റുമോ? കാണിക്കുന്നത് ഓവറല്ല എന്നോട് ഞാൻ പറഞ്ഞത്. നിന്റെ കവിളിനാ മുത്തം. അതിന്റെ പാടിന്റെ ആടുണ്ട്. പാടിന്റെ കവിളിനുണ്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല പാട് വരാൻ. എടാ മുനു നീ കണ്ടിട്ടില്ല? നീ എന്താ കവുങ്ങ് പൊട്ടി അവിടെ നിൽക്കുന്നത്? നീ ഒന്ന് പറയാറാ. എന്ത് പച്ച കളർ എന്റെ ഗേൾഫ്രണ്ടിന്റെ ഉമ്മ ഒക്കെ നിന്റെ മുമ്പ് എനിക്കങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യും തോന്നുന്നുണ്ട്. എടാ നീ എന്താ ഇങ്ങനെ 2-3 പ്രാവശ്യം കൊടുത്തല്ലോ. ഓക്കെ നിന്നോട് ആ സാധനം എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഉഗനിക്ക് മുത്തം കൊടുത്തിനെ. ഷമീറിനെ മുത്തം കൊടുത്ത ശരിക്കും ഞാൻ ഓനിക്ക് മുത്തം കൊടുത്തിന്. ഓക്കെ വിട്. എന്തിന്റെ എന്നും ഇത് ഓക്കെ നീ ഓക്കെ വിട്. സോറി പറയണോ? സോറി പറയാന്ന് പിന്നെ എന്റെ അങ്ക് മുത്തം തന്നു. ഇന്റെ കവളിന് അവിടെ പാടുണ്ടല്ല. വന്നല്ലോ കൊറേ കിക്ക് അപരാധി വന്നല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പം പറയണൊന്നും കാണില്ല. ചെയ്യണമെന്ന് നിങ്ങൾ റാംബോ ബ്ലാക്ക് പന്നി നിന്റെ അച്ചായി പന്നി പുണ്ടച്ചി മോനെ. റാംബോ ബ്ലാക്ക് കൊണ്ട് മക്കൊക്കെ ഒന്ന് അതാരാ? സോറി എന്താ സോറി പറഞ്ഞ് നമുക്ക് തീർപ്പാക്കാം. ഈ കൊറേ തവണ എന്നെ സോറി മുമ്പിച്ച്. സോറി വേണ്ട. ഇനി സോറി പറയാം. ശരിക്കും സോറി പറഞ്ഞോ? സോറി ലിയ സോറി. ഓക്കെ സാധാ വിളിച്ചിട്ട് ഒന്നും കൂടി നിന്റെ മുമ്പിലൂട്ട നീ ഒരു പൊട്ടൻ പറ. അല്ലല്ലേ ഇനി പറയട്ടെ.
ഇനി പറ. ആ സോറി സ്ക്രീൻ കാണുന്നില്ല സ്ക്രീൻ ഒന്നൊന്ന് പറഞ്ഞ് ഇതാക്കണല്ലോ. സോറി പറയാ ഗൈസ്. ഹായ് ലിയ. പറ, പെട്ടെന്ന് പറ. ഇതെല്ലാം മാറുന്നു, സ്ലാങ് എല്ലാം മാറുന്നു. ഇവൻ നമ്മളെ അടുത്ത് ഇത്ര നേരം ഇങ്ങനെയല്ലല്ലോ, മുട്ട പട്ടി. കുട്ടിയോട് അടാ നോക്ക് ലിയ, നീ എന്നെ പറ എന്തിനാ? പറ. എല്ലാം മുഖം കാണുന്നില്ല. സോറി പറയാൻ മുഖം കണ്ടോന്നില്ല. അല്ല അങ്ങനെയുണ്ട്, മുഖത്തോട് നോക്കിട്ട് പറയലുണ്ട്. അല്ല അത് സത്യമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇയാൾ ഇത്ര സമയം ഇവന്റെ പരം പോയത് എന്ത് ഇപ്പൊ എന്താ വന്നത്? അല്ല ഞാൻ കാര്യം ന്യായം ആരെ ഭാഗത്താണോ അവരുടെ അടുത്ത് ഞാൻ നിൽക്കും. ഓക്കെ അത്രേ ഉള്ളൂ. അത് എടുക്കുക. അല്ല നീ ഇവിടെ എടുക്കട്ടെ. അല്ലല്ല അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ആരെ ഭാഗത്താണോ അവരുടെ ഭാഗത്ത് ഞാൻ നിൽക്കും. ഓക്കെ ഓക്കെ. അതെന്താ പിന്നെയും പോയല്ല? വിളിക്കാം. ആ ഹലോ ലിയ. ഹായ്. എന്ത് ഒരു സോറി പറയിപ്പോ എന്തോ വെറുതെ എന്തെങ്കിലും നോക്കറ, അവന്റെ മൂഡ് നോക്കറ. ആ അതന്നെ ഓള് പറഞ്ഞല്ലേ ചേച്ചിക്ക് ഒരു മുത്തം തന്നല്ലേ. ഓക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഓള് പറഞ്ഞോ? നിങ്ങൾ പറ. ഓള് പറഞ്ഞോ? ഓള് പറഞ്ഞേ. ഞാൻ പറയട്ടെ, ഓക്ക് പ്രശ്നമില്ല പോലും. ഇത്രയും മുത്തം കൊടുക്കോ? ഓക്ക് പ്രശ്നമില്ല. പിന്നെന്താ ഇത്രയും മുത്തം തന്ന പ്രശ്നമില്ല. പറ. ഇനി അത് വിസ്തരിക്ക്, പറ കേക്കട്ടെ. അരമണിക്കൂർ മുത്തം തന്നോട്ട്. അങ്ങനെയാ സ്നേഹം ആയിരക്കടൽ സ്നേഹാന്ന്. എടാ സ്നേഹത്തോട് കൂടിയിട്ട് ഓൾ മുത്തം കൊടുക്കുന്നു. ഒന്നല്ലേ രണ്ട്? അത്രല്ലേ ഉള്ളൂ. അത്രല്ലേ ഉള്ളൂ. 10 കൊടുത്തിട്ടുണ്ട്. 10 ഓവറേ. 10 സ്നേഹം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സ്നേഹങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മുത്തം തരുന്നത്? പിന്നെ എത്ര തരുന്നത്? ഞാൻ മുത്തം തരുന്നില്ല. അതുപോലല്ലേ നമ്മള് സഹോദരിമാർക്കെല്ലാം മുത്തം കൊടുക്കണം. ഒരു മുത്തം ഞാനും സഹോദരിക്ക് ഒരു മുത്തം കൊടുക്കാറുണ്ട്. ഓക്കെ. അവരൊമ്പാണ് കൂടി പോയി. അപ്പൊ നീ അടുത്ത മാസം പെണ്ണിന് ഞാൻ ഒരു 10 മുത്തം പൂജക്ക് ഞാൻ മുത്തം എന്റെ പെങ്ങളെ പൂജ എന്റെ പെങ്ങളാ. പൂജ പറയട്ടെ. പൂജ വേണ്ട. പൂജ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. എന്ത് പൂജ വേണ്ടെന്ന് പറഞ്ഞു? പിന്നെ ഞാൻ ചൂടത്തിന് ഇങ്ങനെ ആക്കുന്നല്ലേ? ചെക്ക അങ്ങനെ ചെയ്യുന്നടാ. പിന്നെ നീ എല്ലാത്തിനും ഇതാക്കാൻ പറ്റില്ല. ഞാൻ പൂജയ്ക്കും നീയല്ലേ പറഞ്ഞ പൂജ എന്റെ സഹോദരിയാണ്. പൂജ എന്റെ സഹോദരിയാണ്. ഇപ്പൊ പ്രശ്നം കൊടുക്കാല്ലേ പൂജന്റെ സഹോദരി. മതി അങ്ങനെ ആനും കൊടുക്കട്ടെ പൂജ. പെണ്ണില്ലല്ലോ. പൂജക്ക് എല്ലാരും കൊടുക്കുന്ന അപ്പൊ ഞാനും കൊടുത്തു. പൂജ എന്താണ് പഞ്ചായത്ത് ദിവസം? ഞാൻ സിസ്റ്റല്ല, നീ എന്റെ ചേട്ടൻ. അല്ല പൂജ നീ എന്റെ അനിയത്തി. നീ എന്റെ സിസ്റ്റം. പൂജ നീ എന്റെ ചേച്ചി. പൂജ ലീ അല്ല എന്റെ. പോയിട്ടില്ലേ? നീ പോയില്ലേ? ഒന്നുമില്ല, വെച്ചോ. എന്ത് വെച്ചോ? വെക്കൊന്നും ചെയ്യല. ഓക്കെ ബൈ. എല്ലാ ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്.
എന്താണ്? മര്യാദക്ക് പറയടാ ബൈ. ഗുഡ് നൈറ്റ് ബൈ. ആ ഗുഡ് നൈറ്റ്. ഞാൻ കൈമാറ്റ്. അവിടെ ഇവിടെ ചൂടടിക്കുന്ന അതുകൊണ്ടല്ലേ ഞാൻ വെച്ചുതരാം. ഗുഡ് നൈറ്റ്. കട്ട്. ഓക്കെ ബൈ. മതി ഇതില് ഒരു തർക്കം വേണ്ട മതിയാക്കി. ഇവരെല്ലാരും ഈ അടുത്തും കാണിച്ച നിങ്ങൾ കണ്ടാണ്. അപ്പൊ പൂജ എനിക്കുള്ളതാണെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ സമീപിക്കില്ല. ഒരു മിനിറ്റ് എന്റെ പേര് പൂജന്റെ കയ്യിൽ ഒരു ഇതും ഇല്ല. കുക്കിന്റെ പേരിലാണ് കിട്ടൂല നിക്കെന്താ നാലാളേ ഉള്ളൂ. എന്നാ അതിൽ നോക്കിട്ട് ഇതാക്ക കുക്കിനോട് അല്ല അതിലൊരു കുക്ക് ചാറ്റിനോട് ചോദിക്കും. എടാ അതിലൊരു കുക്ക് ആരെയാക്കണ്ട കുക്ക് കുക്ക് പൂജ മോള പൂജ കുക്ക് പ്ലസ് പൂജ കുക്കം പ്ലസ് പൂജ എന്താടാ എടാ കുക്ക് എല്ലാരും കുക്കാന്നല്ല പറയുന്നത്. പൂജ മോൾ എന്റെയാണ്. അതിനകത്ത് സഹോദരിയാണ്. അല്ല നിക്ക് അല്ലെ നിന്നെ മാറ്റാ നിക്കതിനെ പൂജനാ അല്ല പൂജ നിനക്ക് ലിയാനായ പിന്നെ പെങ്ങളായിട്ട് മറ്റേതാക്കുന്നു. നിങ്ങക്ക് രണ്ട് പെങ്ങന്മാരായിപ്പോ ചേച്ചിയും രണ്ട് പെങ്ങന്മാരും അതിന്റെ മൈൻഡിൽ നിന്നോളാം. ഇനി നിനക്ക് പെങ്ങള് വേണമെങ്കിൽ കുക്ക് 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 ഓക്കെ പറ പോണെന്നാന്ന് പറ ചേട്ടനോട്. അതിന്റെ ഇടയ്ക്ക് പൂജ ആർക്കാണ്? മമ്മു, ഷമീർ, കുക്ക്, റാംബോ. പൂജ ആയിരിക്കാം. പൂജ ആർക്കാണ്? പൂജ ആയിരിക്കാം. ഇടട്ടെ അല്ല നിൽക്കുന്ന അതിലേ റാംബോക്ക് എന്തായാലും ലീയില്ല അപ്പൊ പിന്നെ ഗൈസ് സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യണേ. ഓക്കെ അല്ലേ? മമ്മു, ഷമീർ, കുക്ക്, ആദിൽ. അപ്പ കണ്ടാൽ ടീമാണ് ഗൈസ്. പൂജ ആയിരിക്കാം നോക്കാം. ഇത് വോട്ടെടുത്ത് ഇപ്പുറത്തോട് മൊത്തം സ്ക്രീൻ എടുത്ത് ഇപ്പുറത്തോട്. ആ ഒരിക്കൽ നമുക്ക് മൊത്തം സ്ക്രീൻ എടുത്ത് ഇപ്പുറത്തോട്. മുത്തുമണികളെ ഒരു കാര്യമില്ല. ഫൈനൽ റിസൾട്ട് ഒണ്ണി കുക്ക്. എന്ത് കുക്ക് ഇന്ന് അറിയാം. ഇനി ഒരു ബന്ധുവില്ലാണ്ട് വോട്ട് ചെയ്ത് കുക്കിന് കണ്ടാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. ഈ ലോകം മൊത്തം എതിർത്താലും അതും പൂജക്കും അറിയാം. ഫസ്റ്റ് കുക്കിനാ പിന്നെ മമ്മു വന്നിതാ. അല്ല അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടികളെ വിട്. അതിലൊന്നിനും കൊള്ളാണ്ട് നിങ്ങളെല്ലാം കൂടി കുക്കില്ല കുക്ക് കഴിഞ്ഞ് മമ്മു കേട്ടാ. അടിയുണ്ടാക്കിയൊന്നും ഉപകാരപ്പെട്ടില്ലല്ലോ. പൂജയും തമ്മിലുള്ള ബന്ധത്തില് നിങ്ങൾക്കെല്ലാം അസൂയ കയറി നമുക്കറിയാം. കാരണം ഒരു ഇൻസ്റ്റയില്ല. പൂജയും ഞാനും തമ്മിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട കേട്ടാ. എന്ത് നോക്കാൻ അങ്ങനെ കിട്ടൂല പൂജന. എന്റെ ബായിന്ന് പറയണ്ട നായ്ക്കളെ എനിക്ക് നിക്കാൻ ഉറപ്പിച്ചു ആയിക്കോ. പഞ്ചായത്ത് ഷമീറം ഫോളോ ഇല്ലേ? പൂജ നീ ഇത് കാണുന്നുണ്ട് നമുക്കറിയാം. ഈ നാറുകളെ മെസ്സേജ് അയക്കും. പ്ലീസ് റിപ്ലൈ കൊടുക്കരുത്. നീ എന്തായാലും കൊടുക്കൂല നമുക്കറിയാം. നിന്നെ ഫോളോ ചെയ്തിട്ടില്ല. ഇതന്നെ മെസ്സേജ് നോക്കണ്ട. എന്താ പെങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതിന് എന്താ ആങ്ങൾക്ക് കാര്യം? നീ മെസ്സേജ് അയക്കണ്ടോ നാറി. നിന്റെ പെങ്ങൾ സ്നേഹം ഞാൻ കണ്ട്. എന്താണ് ഒരു ഉമ്മയും കൊടുക്ക്, ഒരു മുത്തം കൊടുക്ക്, പെങ്ങൾക്ക് ഒരു മുത്തം കൊടുക്കണ. നീ ഓ എന്റെ നീ എന്ത് പറഞ്ഞു? പെങ്ങളെ നമ്മള് പെങ്ങളെ പോലെ തന്നെ നോക്കൂ. അങ്ങനെയാണ്. അല്ല ഓളെന്തായാലും റിപ്ലൈ തരൂല. ഓളെ മാത്രം ഇതായതാ. അത് വിട്. എന്താ അങ്ങനെ സംഭവം വിട്. അടി ഉണ്ടാക്കാൻ വേണമെന്നാണോ? പൂജ റിപ്ലൈ വരുമ്പോ ഈ ഗ്യാങ് എന്താണ് ആയത്? അടിച്ച് പിരിയുന്നു. വാ നോക്കാപ്പാ പൂജ.
പൂജ ഫൈക്കൊന്നല്ല. പൂജയും ഞാനും തമ്മിൽ മോളെ പൂജ മോളെ ഇൻസ്റ്റേക്കേര് മമ്മ മെസ്സേജ് ഉണ്ട്. ഹായ് മോളെ റിപ്ലൈ കൊടുക്കണ്ട, ഞാൻ പറയാം. നമുക്ക് അല്ല അതെ അറിയട്ടെ. ആൾക്കാർക്കെന്താ പറയാനുള്ളത് അറിയാലോ. അതാണ് ന്യായം. എന്റെ പൂജനെ മാത്രം അങ്ങനെ ഇതാക്കണ്ട. എടാ നിങ്ങള് എല്ലാരും ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇതില് നിങ്ങൾ മാറ്റി കുത്തല്ലേ, എന്നെ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ. ഇതാ ക്ലിക്ക് എന്നിട്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് ഇല്ല ടൈപ്പ് മമ്മു റാംബോ. എടാ ഇതില് നിങ്ങൾ വേറെ ഒരു ഇത് കാണിക്കല്ലേ, സീരിയസ് ആയിട്ട് നിങ്ങൾ അടുത്ത ആള് ഷമീർ കുക്കു. നിക്കട്ടെ. പിന്നെ എന്റെ ഇതിലിടാലോ റാംബോന. പിന്നെ എന്റെ ഞാൻ ഇട്ടില്ല, നിന്റെ ഞാൻ വന്നില്ലേ ഇല്ല. ഞാൻ ഇടുന്നല്ല, നിങ്ങളിഷ്ടം. ഓക്കെ അടുത്ത അടിക്കുള്ള സമയമായിരിക്കും. നോക്കാം. സ്റ്റാർട്ട് പോള്. വിളിച്ചാലോ? വിളിക്കോ ചെയ്യല്ല. പൂജ കോൾ എടുക്കല്ലേ. ഓളെന്തിനാ കരയുന്നേ? ഒരു പെങ്ങളുമായല്ലോ, ഒരു പെങ്ങളുമായല്ലോ. പൂജ പ്ലീസ് ഫോൺ എടുക്കല്ല, ഫോൺ എടുക്കല്ല. പൂജ ഫോൺ എടുക്കല്ല. ടൈപ്പ് ചെയ്ത് ചോദിക്കും. കോൾ ചെയ്തിട്ട് നോക്കി ഇങ്ങോട്ടെന്തോ ടൈപ്പ് ചെയ്യുന്നു. പൂജ നല്ല സുഖമുള്ള പരിപാടിയാണ് ഇവർക്കെല്ലാം. പൂജപ്പങ്ങള് വിളിക്കുന്നുണ്ടല്ലോ. ദുബായ് വീഡിയോ കോൾ എടാ എന്നാലും നമ്മൾ അത്ര അടുത്ത് പോയടാ. എടാ ഇങ്ങനെ പറഞ്ഞ 5 മിനിറ്റിലാ. ദുബായ് കോൾ ഞാൻ ബോട്ടിമില് വിളിക്കാം. സ്ഥിരമായിട്ട് വിളിക്കുന്ന പോലെ ബോട്ടിമില് വിളിക്കാം. പൂജ എന്നാ പിന്നെ എങ്ങനെ വിളിക്കാൻ പറ്റും? എങ്ങനെ വിളിക്കാൻ പറ്റില്ല. ബോട്ടിമിലില്ല. ബോട്ടിയമ്മില് വിളിക്കട്ടെ നമ്മള്. ഇത് ഇൻസ്റ്റാഗ്രാം ടൈപ്പ് ചെയ്തേക്ക്. ഹലോ പിന്നെ ബോട്ടിയമ്മലായിക്കട്ടെ. പൂജപ്പങ്ങളെ ഒരു വോയിസ് ഞാൻ അയക്കട്ടെ. എന്തിനാ അങ്ങനൊന്നും അയക്കട്ടെ. പൂജ അയക്കാൻ ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. എനിക്കൊരു പൂജനമായി തരാന്. അതിന് നീ എന്താ ചെയ്തു? പൂജപ്പങ്ങളെ മെസ്സേജ് അയക്കും ഇപ്പൊ കണ്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പൂജ മോളെ എല്ലാരും ഫൈക്കാണെന്നാ പറയുന്നത്. നീ ഒരു വോയിസോ അല്ലെങ്കിൽ കോളോ വരോ? വേണ്ട പൂജ അതൊന്നും. എന്ത് വേണ്ട പോണ്ടേ? സംസാരിക്കാൻ വിട്. ഫൈക്കൊന്നും അങ്ങനെ ആവൂല. അല്ല പൂജ ഫൈക്കൊന്നല്ല. ഞാനുമായിട്ട് അല്ല ആക്ച്വലി ഇത് നമ്മളെ പൂജപ്പങ്ങളെ മെസ്സേജ് കിട്ടും. പൂജ ഞാനൊന്നും പറയില്ല. എനിക്ക് അവിടെ നിനക്ക് ആ വേദന അറിയാലോ. ഓക്കെ മെസ്സേജ് ഇവന്റെ പേര് റിപ്ലൈ തരൂല. കാരണം ഷമീർ പറഞ്ഞത് പൂജ കേട്ടു. ഒന്നും പറഞ്ഞില്ല. പിന്നെന്ത് പൂജ ഞാൻ പറയാം. അപ്പൊ റിപ്ലൈ പൂജ ഞാൻ പറയുന്നത് നടക്കാൻ ഓള് നടക്കും. നീ ഏതാടാ ഉണ്ണേ? ഞാൻ മമ്മു. ഇതിന് വല്ല പുനർക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ ലിയ ആർക്കാണ്? മമ്മു ഉണ്ട്, റാംബോ ഉണ്ട്, കുക്ക് ഉണ്ട്, ഷമീർ ഉണ്ട്. ഇതിന് വല്ല നിന്റെ പേര് വല്ല ഞാൻ നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ കൂടെ ഈ നാറിനെ എനിക്ക് മനസ്സിലായി. ഇവനക്ക് മനസ്സിലായി. ഇവന്റെ കൂടെ കുറച്ച് നിന്നു. എല്ലാരും മമ്മു ആണല്ലോ. ഇടാൻ പോയെന്നാ? ഏയ് പൂജപ്പങ്ങളല്ല, ഇത് ലിയപ്പങ്ങളാ. ഓക്കെ കൊറേ ഡേറ്റ് ലാസ്റ്റ് ആരോ നോക്കിയാ 59. അല്ല ഞാൻ ലിയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഇല്ലാണ്ട്
മപ്പു ജയിച്ചേ. നിങ്ങൾ കാണിക്കുന്ന വെറും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ കാണിക്കണം. സെക്കൻഡ് ഇങ്ങനെ ഒരു പോൾ ഇടാൻ ഉണ്ടായ സാഹചര്യം ആരുണ്ടാക്കിയത്? അങ്ങനെ അങ്ങനെ എന്റെ കൂടെ വെക്കുമെന്ന് പറഞ്ഞാ ഞാൻ നിൽക്കും. പിന്നെ ഈ പുണ്ടച്ചുമോ കാണിക്കുന്നത് ശരിയാണോ? പിന്നെ എനിക്ക് 6% ഉണ്ട്. എനിക്ക് വേണേ പറയാം. അവരെ എടുക്കുന്ന തീരുമാനം അവരെടുക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ വർത്തിക്കാരും ജനങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഉണ്ടാക്കി കൊടുത്തത്. എനിക്ക് 6% ഉണ്ട്. കാണാൻ നോക്കിക്കോ. എടാ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ഇപ്പൊ അവളെ കണ്ടത്. എന്നിട്ട് 6% കിട്ടി. ആൾക്കാർ എന്ത് പറയുന്നു അങ്ങനെയാണ്. ആൾക്കാർ എന്ത് പറയുന്നു അങ്ങനെയാണ്. ഞാൻ സാഹചര്യം ഉണ്ടാക്കിയെന്നല്ല. ആൾക്കാർ എന്ത് പറയുന്നു അവര് പോളിടാൻ പറഞ്ഞു. എന്നാ പിന്നെ ഇതാ കുക്കിന് 17% നീ പോയി ഒരു വലിയ പുണ്ടച്ചു പോലെ ഇതെല്ലാം ഫുൾ പോയി അറിയോക്കടാ. പുള്ളറതാ കണ്ടാ. ഇതാ കുക്കിന് ഇതാ 17%. റാംബോക്കും സമനില നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാത്ത നോക്കാത്ത സ്നേഹിക്കാത്ത എനിക്ക് വരേണ്ട 15%. എടാ 17 18 ആയിക്കോ. കുഴപ്പമില്ല. 1% കൊടുത്തേ. എല്ലാ റാംബോ നീ ചിന്തിച്ചു നോക്ക്. സ്നേഹം മനസ്സിലാക്കുന്നില്ല. അപ്പൊ 2ാം സ്ഥാനത്ത് ഞാൻ വരണം. എന്നിട്ട് നിനക്ക് 1ാം സ്ഥാനത്ത് കുന്തളിക്കണം. അല്ലടാ ഞാൻ എന്തിനാ നിങ്ങൾ എല്ലാത്തിനും പൂജ ഒരു രക്ഷമുരുവാ. മുനു ഉണ്ടല്ലോ. മുനു എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഇല്ല മമ്മു വേറെ ആരുണ്ട് എല്ലാരും കേട്ടോ. മമ്മുവിന് ഇന്നത്തെ ഒറ്റ ദിവസത്തെ ചാറ്റ് റവന്യൂ 10,000 രൂപ. ഓ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. അതില് പകുതി എന്റെ പൂജ മോളെ. അതായത് സൂപ്പർ ചാറ്റ് മാത്രം. പകുതി എന്റെ പൂജ മോളതാ. എന്റെ പൂജയും പൂച്ചൊന്നും ഇല്ല. എന്റെ ഇതാണ് എന്റെ പൂജ. ഒരു താങ്ക്സ് പറയടാ പൂജനോട്. ഓളാണ് അത്രയും ഇതാക്കിയത്. താങ്ക്സ് പൂജ. ഉമ്മ കൊടുക്കണ്ട. അല്ല അങ്ങനല്ല സ്നേഹത്തിന്റെ. ഇത് സ്ലേവ് പൊട്ടനാണ്. അല്ല അങ്ങനല്ല. എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ പൊട്ടനാണ്. അങ്ങനൊന്നുമില്ല. നമ്മൾ അങ്ങനെയാണോ?